കച്ചവടക്കാരിയാണ് ഞാൻ. 116 കുടുംബങ്ങളാണ് ഇതിനകത്ത് വന്ന് കയറിയത്. ഞങ്ങൾ പട്ടിക്ക് തുല്യമായിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത്. ഞങ്ങൾക്കൊരു ഭവനം വരെ ഇല്ല മക്കളെ കയറി കിടക്കാൻ. ഞാൻ നടുവിൽ കച്ചയും കെട്ടി 500 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടായി നോട്ട് വന്നതിന് ശേഷം ആ മീൻ വാങ്ങിക്കുന്നവർ ആ നോട്ടും കൊണ്ട് പോകണം. നോട്ട് കാണിച്ചിട്ട് നമുക്ക് ഒരു ജീവിതം ഇല്ല മക്കളെ. ഇപ്പം അടുത്ത വീട്ടിലെ പെണ്ണാണത്ത് പുറം മുറുക്കാന്നൊന്നും ഞാൻ വായിലിട്ടുണ്ടെങ്കിൽ ചവച്ച് പഠിച്ചു പോയില്ല മക്കളെ, എന്തൊരു ചെയ്യാൻ. ഏറ്റവും വലിയ പൈസ ഒന്ന് കരുതി വച്ചിരുന്ന കാശൊക്കെ പേപ്പർ പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ ഷോക്ക് പോലെ പോയി ഉള്ള പണിയും കൂടെ കളഞ്ഞ് വരി പിടിച്ച് അങ്ങ് ബാങ്കിൽ നിൽക്കുക, പിന്നെ അതിന് ഒപ്പിടുക, അവിടെ പോവുക ഇവിടെ പോവുക. പിന്നെ നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ തലയിറങ്ങി അനേകം ആൾക്കാർ വീണവരുണ്ട്, വീട്ടിൽ തിരിച്ച് വന്നവരുണ്ട്, പൈസ മാറാത്ത ഒത്തിരി പേരും ഉണ്ട്. സുപ്രഭാതത്തിൽ 1000 രൂപയുടെ 500 രൂപയുടെ നോട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ അത് നമ്മുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് വെച്ച് നമുക്ക് സാധനം മേടിക്കാൻ പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോലും. എന്തുമാത്രം ആശുപത്രിയിൽ പോലും പോകാൻ പറ്റത്തില്ല. ഈ 2000-ന്റെ നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമുക്ക് ആരും പെട്ടെന്ന് എവിടെ നിന്ന് ചില്ലറ എടുത്ത് തരാൻ? ഞങ്ങൾ പറഞ്ഞ് ഗവൺമെൻറ് ഇപ്പോൾ ഇറക്കിയ നോട്ടല്ലേ, അത് ഞങ്ങൾക്ക് ചില്ലറ തരാൻ പറ്റുന്നില്ല. ഞങ്ങൾ പണ്ട് ഈ മുട്ടായി വാങ്ങിക്കുമ്പം കിട്ടുന്ന കള്ള നോട്ട് പോലെയുള്ളൊരു പേപ്പർ പോലെയാണ് ഈ 2000-ന്റെ നോട്ട്. അത് പൈസ തന്നെ പറയത്തില്ല. കള്ളപ്പണക്കാരൻ മാത്രം പിടിച്ചാൽ പോരെ, പാവങ്ങളായി ഞങ്ങളുടെ വയറ്റിൽ അടിക്കണോ? ജനങ്ങളുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് മന്ത്രിയായി കലക്ടറായി നിങ്ങൾ MLA ആയി നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്നു, നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ നിയന്ത്രിക്കുന്നു. ഞങ്ങളുടേതായ ഏതൊരു കാര്യം നിങ്ങൾ എന്താണ് സുരക്ഷിതം ഞങ്ങൾ നോക്കുന്നില്ല. അപ്പം ഈ 500 1000-ന്റെ നോട്ട് നിമിഷം കൊണ്ട് മാറ്റിയ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ ഭവനം ഇല്ലാത്ത ഞങ്ങളുടെ കാര്യം നടപടിയാക്കാത്തത്? ഉള്ള നിങ്ങൾ മാളികയിൽ ജീവിക്കണം, ഇല്ലാത്ത ഞങ്ങൾ പട്ടിക്കൂട്ടിൽ കിടക്കുന്നതിനേക്കാളും വലിയ മാറ്റം ഞങ്ങളിവിടെ കിടക്കണം. അതാണ് ഗവൺമെൻറ്റിൻ്റെ ഉദ്ദേശം.